അഗ്രി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ വിവിധ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഈ സീസണിലേക്ക് പുതിയ ഹൈബ്രിഡ് വിത്തിനങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. കുറഞ്ഞ ജല ഉപയോഗത്തിൽ കൂടുതൽ വിളവ് നൽകാൻ കഴിയുന്നതും രോഗപ്രതിരോധ ശേഷിയുമാണ് ഈ വിത്തുകളുടെ പ്രധാന പ്രത്യേകത. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ കടുത്ത രീതിയിൽ ബാധിക്കുന്ന ഈ സമയത്ത് ഇത്തരം വിത്തുകൾ കർഷകർക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വരാനിരിക്കുന്ന സീസണിൽ നെല്ല്, പച്ചക്കറി, ചില നാണ്യവിളകൾ എന്നിവയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഈ പുതിയ ഇനങ്ങൾ സഹായകമാകും. ഇതോടൊപ്പം തന്നെ മൺസൂൺ സംബന്ധിച്ച ഏറ്റവും പുതിയ പ്രവചനങ്ങളും കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഈ വർഷം മൺസൂൺ സാധാരണയോ അതിലധികമോ ആയിരിക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇത് നെൽകൃഷിക്കും പച്ചക്കറി കൃഷിക്കും ഏറെ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും. ജലലഭ്യത മെച്ചപ്പെടുന്നതോടെ കൃഷി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. കൃഷിയുടെ ചെലവുകൾ ഉയരുന്ന സാഹചര്യത്തിൽ വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട വാർത്തകളും ഏറെ പ്രധാനമാണ്. കേന്ദ്ര സർക്കാർ വളം സബ്സിഡി തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. യൂറിയ ഉൾപ്പെടെയുള്ള പ്രധാന വളങ്ങളുടെ വിലവർധന നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ്. ഇതുവഴി കർഷകരുടെ ഉൽപാദന ചെലവ് കുറയ്ക്കാനും കൃഷി കൂടുതൽ ലാഭകരമാക്കുവാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം കൃഷിയിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി കാർഷിക ഡ്രോണുകളുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളും നിലവിൽ വന്നിട്ടുണ്ട്. വളവിതരണത്തിനും കീടനാശിനി സ്പ്രേയിങ്ങിനും ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ വ്യക്തത നൽകുന്ന മാർഗനിർദ്ദേശങ്ങളാണ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ശരിയായ പരിശീലനവും അനുമതിയും ഉണ്ടെങ്കിൽ ഡ്രോണുകൾ കൃഷിയിൽ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ ഇനി സാധിക്കും. ഇത് തൊഴിൽ ചെലവ് കുറയ്ക്കാനും സമയലാഭം നേടാനും കർഷകർക്ക് സഹായകരമാകും. ഇനി കാർഷിക വിപണിയിലേക്ക് വന്നാൽ നെല്ല്, പച്ചക്കറികൾ, മസാല വിളകൾ എന്നിവയുടെ വിലകളിൽ ചെറിയ മാറ്റങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില പച്ചക്കറികൾക്ക് വിലവർധന അനുഭവപ്പെട്ടപ്പോൾ ചില വിളകൾക്ക് വിലയിൽ കുറവുണ്ടായി. വിപണി സാഹചര്യങ്ങളും വിതരണ വ്യത്യാസങ്ങളുമാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം. കർഷകർ വിപണി വിലകൾ നിരന്തരം പിന്തുടരുന്നത് വിൽപ്പനയിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സഹായകരമാകും. അഗ്രി ന്യൂസ് റൗണ്ടപ്പ് അവസാനിക്കുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളും അപ്ഡേറ്റുകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. കൃഷി മുന്നോട്ട് പോകണമെങ്കിൽ പിന്തുണ അനിവാര്യമാണ്. ഇന്ന് കൃഷി ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഉയർന്ന ചെലവുകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും വിപണി അനിശ്ചിതത്വങ്ങളും പല കർഷകരെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ നൽകുന്ന സബ്സിഡികളും ബാങ്കുകൾ നൽകുന്ന പ്രത്യേക ലോൺ പദ്ധതികളും ശരിയായി ഉപയോഗിക്കാനായാൽ കൃഷി വീണ്ടും ലാഭകരമായൊരു മേഖലയായി മാറ്റാൻ സാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ പദ്ധതി ഇതിന്റെ മികച്ച ഉദാഹരണമാണ്. അർഹരായ കർഷകർക്ക് വർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന ഈ പദ്ധതി വിത്ത് വാങ്ങൽ, വളം, കീടനാശിനികൾ തുടങ്ങിയ ദിനചര്യ കൃഷി ചെലവുകൾക്ക് വലിയൊരു സഹായമാണ്. ചെറിയൊരു തുകയായി തോന്നിയാലും കൃഷിയുടെ നിർണായക ഘട്ടങ്ങളിൽ ഈ സഹായം കർഷകനെ വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിക്കുന്നു. കൃഷിയിൽ യന്ത്രവൽക്കരണം അനിവാര്യമായ ഈ കാലത്ത് ട്രാക്ടർ, പവർ ട്രില്ലർ, കൃഷി യന്ത്രങ്ങൾ എന്നിവ സ്വന്തമാക്കാൻ സർക്കാർ സബ്സിഡി പദ്ധതികൾ ലഭ്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതികളിലൂടെ 20 മുതൽ 50% വരെ സബ്സിഡി ലഭിക്കാം. ഇതുവഴി വലിയ തുക ഒരുമിച്ച് ചെലവഴിക്കാതെ തന്നെ കർഷകർക്ക് ആധുനിക കൃഷി രീതികളിലേക്ക് മാറാൻ കഴിയും. വ്യക്തിഗത കർഷകർക്ക് മാത്രമല്ല, കർഷക സംഘങ്ങൾക്കും ഈ പദ്ധതികൾ ഏറെ പ്രയോജനപ്പെടുന്നു. ജലക്ഷാമം കൃഷിയിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായി മാറുന്ന സാഹചര്യത്തിൽ ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള ജലസംരക്ഷണ സംവിധാനങ്ങൾ കൃഷിയുടെ ഭാവി നിർണ്ണയിക്കുന്നു. സർക്കാർ നൽകുന്ന സബ്സിഡി സഹായത്തോടെ ഈ സംവിധാനങ്ങൾ കുറഞ്ഞ ചെലവിൽ സ്ഥാപിക്കാം. വെള്ളം ലാഭിക്കുകയും വളം കാര്യക്ഷമമായി ചെടികളിലേക്ക് എത്തിക്കുകയും വിളവിൽ ഗണ്യമായ വർധനവ് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഡ്രിപ്പ് ഇറിഗേഷന്റെ ഏറ്റവും വലിയ നേട്ടം. പല പ്രദേശങ്ങളിലും ഇത് കർഷകരുടെ ജീവിതം തന്നെ മാറ്റിയിട്ടുണ്ട്. കൃഷിയോടൊപ്പം ഡയറി, പോൾട്രി പോലുള്ള അനുബന്ധ മേഖലകളിലേക്ക് കടക്കുന്നത് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കാനുള്ള മികച്ച മാർഗമാണ്. പശു വളർത്തൽ, കോഴി വളർത്തൽ തുടങ്ങിയ മേഖലകൾക്കായി ബാങ്കുകൾ പ്രത്യേക ലോൺ പദ്ധതികൾ നൽകുന്നുണ്ട്. കുറഞ്ഞ പലിശ നിരക്കും സർക്കാർ സബ്സിഡി സഹായവും ഉള്ള ഈ വായ്പകൾ വഴി കർഷകർക്ക് കൃഷിയോടൊപ്പം അധിക വരുമാനം സൃഷ്ടിക്കാൻ കഴിയും. ഇത് പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇവയെല്ലാം ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന പ്രധാന സംവിധാനം കിസാൻ ക്രെഡിറ്റ് കാർഡാണ്.
കൃഷി ചെലവുകൾക്കായി കുറഞ്ഞ പലിശയിൽ വായ്പ ലഭിക്കുന്ന ഈ കാർഡ് കർഷകന്റെ സ്വന്തം ATM പോലെ പ്രവർത്തിക്കുന്നു. വിത്ത്, വളം, കീടനാശിനികൾ എന്നിവ സമയത്ത് വാങ്ങാനും അടിയന്തര ചെലവുകൾ കൈകാര്യം ചെയ്യാനും ഇത് സഹായിക്കുന്നു. സമയബന്ധിതമായി തിരിച്ചടച്ചാൽ പലിശ ഇളവുകളും ലഭിക്കുന്നതിനാൽ കർഷകർക്കിത് വളരെ പ്രയോജനകരമാണ്. സർക്കാർ സബ്സിഡികളും ലോൺ പദ്ധതികളും അറിഞ്ഞു ഉപയോഗിച്ചാൽ കൃഷി ഇന്ന് ഉറപ്പുള്ള വരുമാന മാർഗമാക്കാം. പക്ഷേ ഈ പദ്ധതികളെക്കുറിച്ച് അറിയാതെ പോകുന്നത് പലപ്പോഴും ലക്ഷങ്ങളുടെ നഷ്ടമായി മാറുന്നു. അതിനാൽ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസിലോ ബാങ്കിലോ ഇന്ന് തന്നെ വിവരങ്ങൾ അന്വേഷിക്കുക. ശരിയായ പിന്തുണ ലഭിച്ചാൽ കൃഷി വീണ്ടും നമ്മുടെ അഭിമാനവും ഭാവിയുമാകും. ഒരു കാലത്ത് ശാരീരിക ശക്തിയെയും സമയത്തെയും മാത്രം ആശ്രയിച്ചിരുന്ന കൃഷി ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ ലളിതവും ലാഭകരവുമായി മാറുകയാണ്. തൊഴിൽ ക്ഷാമവും ഉയർന്ന ചെലവുകളും നേരിടുന്ന ഈ കാലത്ത് പുതിയ ഉപകരണങ്ങളും സ്മാർട്ട് സൊല്യൂഷനുകളും കർഷകർക്കൊരു പുതിയ വഴി തുറക്കുകയാണ്. ഇന്ന് ചെറിയ കൃഷിയിടങ്ങളിൽ പോലും പവർ ഡ്രില്ലറുകളുടെ ഉപയോഗം വ്യാപകമായി വർദ്ധിച്ചിരിക്കുന്നു. നിലം ഉഴുതെടുക്കൽ മുതൽ വിത്തിടൽ വരെ പല ഘട്ടങ്ങളും കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ഈ യന്ത്രങ്ങൾ സഹായിക്കുന്നു. വലിയ ട്രാക്ടറുകളേക്കാൾ കുറഞ്ഞ ചെലവിൽ പരിപാലിക്കാവുന്ന പവർ ഡ്രില്ലറുകൾ ചെറുകിട കർഷകർക്ക് വലിയ ആശ്വാസമാണ്. വിളവെടുപ്പിൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് സമയബന്ധിതമായി ജോലി പൂർത്തിയാക്കുക എന്നത്. ഇതിന് പരിഹാരമായി മിനി ഹാർവെസ്റ്ററുകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നെല്ല് പോലുള്ള വിളകളുടെ കൊയ്ത്ത് വളരെ വേഗത്തിലും കാര്യക്ഷമമായും നടത്താൻ ഇവയ്ക്ക് കഴിയും. തൊഴിൽ ചെലവ് കുറയ്ക്കുകയും വിളനാശം ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാന ഗുണം. കൃഷിയിൽ ഏറ്റവും പുതിയ മാറ്റം കൊണ്ടുവന്ന സാങ്കേതിക വിദ്യയാണ് ഡ്രോൺ സ്പ്രേയിങ്. വളവും കീടനാശിനികളും കൃത്യമായ അളവിൽ വിളകളിലേക്ക് എത്തിക്കാൻ ഡ്രോണുകൾ സഹായിക്കുന്നു. ഇത് സമയം ലാഭിക്കുന്നതോടൊപ്പം കർഷകരുടെ ആരോഗ്യ സംരക്ഷണത്തിനും സഹായകരമാണ്. ഒരേപോലെ സ്പ്രേ ചെയ്യാൻ കഴിയുന്നതിനാൽ വിളയുടെ ഗുണനിലവാരവും മെച്ചപ്പെടുന്നു. വിളവിന്റെ ഗുണമേന്മ മണ്ണിന്റെ ആരോഗ്യമാണെന്ന തിരിച്ചറിവ് ഇന്ന് ശക്തമാണ്. അതിനാലാണ് മണ്ണ് പരിശോധനാ കിറ്റുകളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. മണ്ണിൽ ഏത് പോഷകങ്ങളാണ് കുറവുള്ളതെന്ന് കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് വളം നൽകാൻ ഈ കിറ്റുകൾ സഹായിക്കുന്നു. ഇതുവഴി അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി വിളവിൽ വർധനവ് നേടാം. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ ശക്തമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ ക്ലൈമറ്റ് സ്മാർട്ട് ഫാമിംഗ് എന്ന ആശയം കൂടുതൽ പ്രസക്തമാവുകയാണ്. കുറഞ്ഞ ജല ഉപയോഗം, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിള ഇനങ്ങൾ, സാങ്കേതിക സഹായത്തോടെ കൃഷി നിയന്ത്രണം എന്നിവയിലൂടെയും പ്രകൃതി സൗഹൃദവും ദീർഘകാല ലാഭകരവുമായ കൃഷി സാധ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ന് കൃഷി വെറും അധ്വാനമല്ല, ബുദ്ധിയും സാങ്കേതിക വിദ്യയും ചേർന്ന ഒരു സംരംഭമാണ്. ശരിയായ ഉപകരണങ്ങളും ടെക്കും ഉപയോഗിച്ചാൽ കൃഷി കൂടുതൽ ലാഭകരവും സ്ഥിരവുമായ ഒരു ജീവിത മാർഗമായി മാറ്റാൻ സാധിക്കും. അതാണ് ഇന്നത്തെ കൃഷിപഥം നമ്മെ പഠിപ്പിക്കുന്നത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.